ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ കറ്റ്യാമല നാങ്കുതൊട്ടി മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അജ്ഞാതജീവി അക്രമത്തിൽ നാട്ടുകാർ ആശങ്കയിലാണ്. വന്യജീവി ഏതെന്ന് വ്യക്തമാകാത്ത സാഹചര്യത്തിൽ കുട്ടികളെ ഉൾപ്പെടെ പകൽ പോലും പുറത്തിറക്കുവാൻ ഭയമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊലപ്പെടുത്തുന്ന വന്യജീവിയെ ഉടൻ പിടികൂടുവാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ച പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷവും വ്യക്തമാക്കി. 1.5 വർഷത്തോളമായി വാഴവര, ഇരട്ടയാർ, നാങ്കുതൊട്ടി മേഖലകളിൽ തുടർച്ചയായി വളർത്തുമൃഗങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന വന്യജീവി ആക്രമണത്തിൽ ആശങ്കയിലും പ്രതിഷേധത്തിലുമാണ് പ്രദേശത്തെ പൊതുപ്രവർത്തകരും നാട്ടുകാരും. ആക്രമണം നടത്തുന്ന വന്യജീവി ഏതെന്ന് വനംവകുപ്പ് വ്യക്തത വരുത്തി പിടികൂടണമെന്നും അല്ലാത്തപക്ഷം ജനപങ്കാളിത്തത്തോടെ പ്രക്ഷോഭം നടത്തുമെന്നും പഞ്ചായത്തിലെ പ്രതിപക്ഷം വ്യക്തമാക്കി. ആളുകൾ ഭയാശങ്കയിലാണ്. അടിയന്തരമായി നടപടി സ്വീകരിച്ചുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം. ഈ കർഷകരായ പാവപ്പെട്ട കർഷകരുടെ വന്യമൃഗങ്ങൾ പിടിക്കുന്ന ഈ മൃഗങ്ങൾക്ക് ശാശ്വതമായ നഷ്ടപരിഹാരം കൊടുക്കണം. അതുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ കർഷകരെ സംഘടിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ആളുകളുടെ ഭയാശങ്ക കയറ്റിക്കൊണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. ഗവൺമെന്റ് ഉണർന്നിരുന്നേക്കണം. കഴിഞ്ഞ രാത്രിയാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് നാങ്കുതൊട്ടി മേഖലയിൽ വീണ്ടും വന്യജീവി ആക്രമണത്തിൽ ആട് ചത്തത്. കാരക്കാട്ട് സണ്ണി ജോസഫിന്റെ 4 മാസം പ്രായമായ ആടിനെയാണ് ഇന്നലെ രാത്രി അജ്ഞാതജീവി കൊന്നു ഭക്ഷിച്ചത്. 2 ആഴ്ച മുമ്പ് സമീപ പ്രദേശത്ത് തന്നെ നാങ്കുതൊട്ടി SN ജംഗ്ഷൻ പന്തപ്ലാക്കൽ മാത്തുക്കുട്ടിയുടെ ആടിനെയും ഇട്ടിമൂട്ടിൽ രാജുവിന്റെ 3 ആടുകളെയും അജ്ഞാതജീവി കൊന്നു ഭക്ഷിച്ചിരുന്നു. സംഭവ ദിവസം സ്ഥലത്ത് ക്യാമറ സ്ഥാപിച്ചുവെങ്കിലും അജ്ഞാതജീവിയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. വളർത്തുമൃഗങ്ങളെ നഷ്ടമായവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യമുയർന്നു. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പന്തപ്ലാക്ക മാത്തുക്കുട്ടിയുടെ ആടിനെ ഇതുപോലെ തന്നെ സംഭവിച്ചു. അതിൻ്റെ തൊട്ട് തലേദിവസം അവിടെ ഇട്ടിമൂട്ടി ഷാജിയുടെ ഭവനത്തിൽ 3 ആടുകൾക്ക് ഇത് സംഭവിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായൊരു അന്വേഷണമല്ല. ഇതെന്താണ് കാരണം? ഈ ജനങ്ങളുടെ ഭീതിയിലാണ് ഈ വന്യമൃഗങ്ങൾ ഈ നാട്ടിൽ ഇങ്ങനെ സ്വൈര്യവികാരം നടത്തുന്നു. അപ്പോൾ ഇതിന് വേണ്ട ഒരു നടപടികൾ സുരക്ഷാ സംവിധാനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നില്ല. ഇത് ശക്തമായ പ്രതിഷേധമുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിച്ചവർക്കൊക്കെ അർഹമായ നഷ്ടപരിഹാരം കൊടുത്ത് ഇതിന് പരിഹാരം ഉണ്ടാക്കണം. ഇനി ഗവൺമെൻറ് ശക്തമായ നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ പ്രതിഷേധം ഉണ്ടായി. പിന്നെ MP പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. പിന്നെ ഇതുവരെയായിട്ടും ഇതിനെപ്പറ്റി വന്യമൃഗങ്ങളുടെ ആക്രമണത്തെപ്പറ്റി ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. 2022 ഡിസംബറിലാണ് വാഴവരയിൽ വന്യജീവി സാന്നിധ്യം ഉണ്ടായതിനു പിന്നാലെ പടുതാക്കുളത്തിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഈ മുൻ അനുഭവം ഉള്ളതുകൊണ്ട് ഏറെ ഭയപ്പാടിലാണ് നാട്ടുകാർ. ആടിന്റെ ശരീരം പൂർണ്ണമായും തന്നെ ഭക്ഷിച്ച നിലയിലായതിനാൽ നായയുടെ ആക്രമണമല്ലെന്ന നിഗമനത്തിലാണ് ജനങ്ങൾ. കഴിഞ്ഞ വർഷവും പ്രദേശത്ത് വന്യജീവി ആക്രമണം ഉണ്ടായത് ആശങ്ക പരത്തിയിരുന്നു. തുടർച്ചയായി വളർത്തുമൃഗങ്ങൾക്ക് നേരെ വന്യജീവി ആക്രമണം ഉണ്ടാകുന്നതോടെ കൃഷിസ്ഥലത്തേക്ക് ഇറങ്ങുവാൻ തന്നെ കർഷകർ ഭീതിയിലാണ്. ബന്ധപ്പെട്ട അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.